നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ആക്ച്വലി ഞങ്ങൾ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ വാഗാ ബോർഡറിലോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫ്ലൈറ്റിൽ ഉണ്ടായ ഡിലേ കാരണം ആദ്യത്തെ ദിവസത്തെ ഇങ്ങോട്ടേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ച് ഗോൾഡൻ ടെമ്പിൾ കറങ്ങി അതിനുശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞ് ജലന്ധറിൽ നിന്ന് വീണ്ടും വാഗാ ബോർഡറിലേക്ക് യാത്രയാകുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മൾ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലേക്ക് എത്തി. ഇതാണ് വാഗാ ബോർഡർ. ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും വൈകിട്ടുള്ള ഈ പരേഡ് കാണാൻ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം മിസ്സാക്കത്തില്ല. അത് അവരുടെ ടൂറിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം നിറയെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആൾക്കാരും അവരുടെ ഓഫീസും ഒക്കെയാണ്. നമ്മളങ്ങനെ അകത്തേക്ക് കടന്നു. നേരത്തെ വിളിച്ച് പറഞ്ഞ് ഇവിടെയുള്ളൊരു ഓഫീസറിനെ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ അങ്കിള് പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് VIP സീറ്റ് തന്നെ ബുക്ക് ചെയ്ത് കിട്ടി. ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റ് തന്നെയാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയത്. ഇവിടെ വരുന്നതിന് പ്രത്യേകം ബുക്ക് ചെയ്യൊന്നും വേണ്ട. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം, ആർക്കും വരാം. സെക്യൂരിറ്റി ചെക്കും നമ്മൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെയൊക്കെയുള്ള ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ അകത്തേക്ക് എല്ലാവരെയും കയറ്റി വിടുന്നത്. ഒരുപാട് ആൾക്കാർ, വലിയൊരു ഗാലറി 2-3 സൈഡിലും ഉണ്ട്. ഒരുപാട് ആൾക്കാരെ കൊള്ളുന്നുണ്ട്. ഒരുപാട് വിദേശികളൊക്കെ വരുന്നുണ്ട്. പരേഡ് ഏകദേശം തുടങ്ങാറായി. അതിനു മുമ്പ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. വലിയൊരു സ്ക്രീനുണ്ട്. അപ്പം ഏത് ഭാഗത്തിരിക്കുന്നവർക്കും ഇത് കാണാം. 2 സ്ക്രീനുണ്ട് 2 സൈഡിലുമായിട്ട്. ഏകദേശം 45 മിനിറ്റോളം ഉണ്ട് ഈ പരേഡ്. ഇതിപ്പം പരേഡിൻ്റെ ആദ്യ ഭാഗം തുടങ്ങിക്കഴിഞ്ഞു. വനിതാ ആർമി മെമ്പേഴ്സിൻ്റെ പരേഡാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നാണ് ഈ പ്രോഗ്രാം കാണുന്നത്. നമ്മളുടെ രാജ്യത്തിൻ്റെ ആർമിക്കാരൊക്കെ ഈ പ്രകടനങ്ങൾ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഗേറ്റിനപ്പുറേ പാകിസ്ഥാൻ്റെ മുന്നിൽ അവരുടെ ആൾക്കാരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള ചെണ്ടയടിയും ചീറപ്പൊക്കെ നമുക്ക് കേൾക്കാം. ഇത്രയും വലിയ ഗാലറി ഒന്നുമല്ല പാകിസ്ഥാൻ്റെ സൈഡിലുള്ളത്. പക്ഷേ വലിയൊരു ഗാലറി ഇപ്പോൾ അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം താമസിയാതെ ഈ ഗേറ്റുകൾ തമ്മിൽ തുറക്കുകയും പിന്നീടുള്ള ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് വാഗാ ബോർഡർ, യഥാർത്ഥ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഗേറ്റ്. ഇത് അല്പസമയത്തിന് ശേഷം തുറക്കും. നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാൻ പതാകയൊക്കെ വീശുന്നത് കാണാം. എല്ലാ ദിവസവും വൈകിട്ടുള്ള ഈ പരേഡിന് പറയുന്നത് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി എന്നാണ്.
ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നല്ല പൊക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തും ഇതേപോലെ നല്ല പൊക്കമുള്ള ആൾക്കാരാണ് ഇതേ നമ്മളിവിടെ ചെയ്യുന്ന ഇതേ രീതിയിൽ അവരവിടെയും ചെയ്യുന്നുണ്ട്. ഗ്യാലറിയിൽ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് ചീറപ്പ് ചെയ്യാൻ ഇദ്ദേഹം ത്രൂ ഔട്ടും മൈക്കും വെച്ച് വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ചീറപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ദേശസ്നേഹം വളരെ വളരെ കൂടുതലായിരിക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ. എന്താ ഇപ്പോൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഗേറ്റ് തുറന്നു കഴിഞ്ഞു. സൂര്യൻ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. ഗേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇരുഭാഗത്തു നിന്നും ആർമി ഉദ്യോഗസ്ഥർ നമ്മുടെ ബോർഡറിൻ്റെ അടുത്ത് വരെ എത്തും. ഇരു രാജ്യങ്ങളിലേക്കും ആർമിക്കാർ ക്രോസ് ചെയ്യത്തില്ല. പാകിസ്ഥാനുള്ളവർ ഇതിൻ്റെ അടുത്തെത്തും, ഇന്ത്യക്കാരും ഇതിൻ്റെ തൊട്ടടുത്തെത്തും. എന്നിട്ട് അവിടെയും ഇതുപോലെ ഈ സ്റ്റാമ്പിംഗ് പരേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്ന രീതിയിൽ. എന്നാലും ഇരു രാജ്യങ്ങളിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാറില്ല. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ കണക്കാക്കാൻ പാടുള്ളൂ. ഇരു രാജ്യങ്ങളുടെയും ഫ്ലാഗ് ലോവർ ചെയ്തതിന് ശേഷം അതാത് ആർമി മെമ്പേഴ്സ് അതൊക്കെ ഫോൾഡ് ചെയ്ത് തിരിച്ച് അതാത് രാജ്യങ്ങളുടെ ഏരിയയിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ഈ സെറമണി ഇവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം ഈ ഗേറ്റ് വീണ്ടും ക്ലോസ് ചെയ്ത് പഴയപടിയാക്കുന്നു. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ സെറമണി. ഈ സെറമണി ഏകദേശം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ കാണുന്ന